പൂജകൾക്ക് നട തുറന്നതു മുതലുള്ള ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുന്നു. പുതിയ ദർശന ക്രമീകരണത്തിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. ഇന്നും മേൽപ്പാലം വഴി ഭക്തരെ കയറ്റിവിടുന്നുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. 18-ാം പടി കയറി എത്തുന്ന ഭക്തർ അങ്ങനെ മേൽപ്പാലം വഴിയും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ മാസം നട തുറക്കുമ്പോൾ മുൻപിലൂടെ, അതായത് ബലിക്കൽപുര വഴിയാണ് ദർശനം എന്നതായിരുന്നു ആ ഒരു പുതിയ ക്രമീകരണം. എന്നാൽ 18-ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് തിരക്ക് വർദ്ധിക്കുന്നതിനാൽ ഫ്ലൈ ഓവർ വഴിയും പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പുതിയ പരീക്ഷണം അത് ആദ്യ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നത്. അപ്പോൾ കൂടുതൽ ഭക്തരും ഇപ്പോൾ ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേൽപ്പാലം വഴി കറങ്ങിയാണ് സോപാനത്തിനരികേക്ക് എത്തി ദർശനം നടത്തുന്നത്. അതേസമയം തന്നെ ഈ ബലിക്കൽപുര വഴിയും നമുക്ക് ഭക്തജനങ്ങൾ ഉള്ളിലേക്ക് കയറുന്നത് കാണാൻ സാധിക്കും. കാരണം ഇതുവഴി കയറുമ്പോഴാണ് കൂടുതൽ സൗകര്യത്തോടു കൂടി അല്ലെങ്കിൽ കൂടുതൽ നേരം ഈ ഒരു ദർശനം സാധ്യമാവുക. ഒരു 20 സെക്കൻഡിലധികം ഭക്തർക്ക് ദർശനം ലഭിക്കുമെന്നുള്ളതാണ് ഈ അധികൃതരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുവഴി കയറാൻ നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴി മാത്രം പ്രവേശനം അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. കാരണം രണ്ട് ഭാഗവും, അതായത് മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഈ ബലിക്കൽപുര വഴിയുമുള്ള ഈ ദർശനം ഒരുമിച്ച് മാത്രമേ സാധ്യമാകൂ എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ ഭക്തജനങ്ങളെ കടത്തിവിടുന്നത്. ആ വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭക്തജനങ്ങൾ ഇപ്പോൾ ആ മേൽപ്പാലം വഴി അങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് വശത്തു നിന്നും എത്തുന്ന ഭക്തർ ഒരുമിച്ചാണ് ഈ സോപാനത്തിന് അരികിലേക്ക് എത്തുന്നത്. ഈ അരികിലേക്ക് എത്തുന്ന സമയം അവിടെ ഭക്തർ ഒരുമിച്ച് ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. കൂടുതൽ പ്രാധാന്യം ഈ മുന്നിലുള്ള ബലിക്കൽപുര വഴിയുള്ള ദർശനത്തിനാണ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്ക് കുറയുന്നതനുസരിച്ചായിരിക്കും അത് സാധ്യമാക്കി വരിക. എന്തായാലും ഇവിടെ ഇപ്പോൾ ചോറ് കൊടുക്കാനൊക്കെ, കുഞ്ഞുങ്ങൾക്ക് ചോറൂണിനായിട്ടൊക്കെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ആ ചടങ്ങുകളൊക്കെ അങ്ങനെ നടക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അങ്ങനെ തന്നെ ഓരോ ചടങ്ങുകളായി ഒരു മാസപൂജയിൽ വലിയ ഭക്തജന തിരക്കോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ആ മേൽപ്പാലം വഴി എത്തുന്ന ഭക്തജനങ്ങളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ ചോറൂണ് ചടങ്ങും ഇവിടെ തുടരുകയാണ്.